ഹായ് ഫ്രണ്ട്സ്, എല്ലാം കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇക്കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിൽ സെക്രട്ടേറിയറ്റ് OA കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ലാബ് അസിസ്റ്റന്റ് പോസ്റ്റ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലെ ലാബ് അസിസ്റ്റന്റ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OA ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്തായിരിക്കും ജോലി ചെയ്യേണ്ടി വരിക. പക്ഷേ സ്വന്തം ജില്ലകൾ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയതുകൊണ്ട് തന്നെ സ്വന്തം ജില്ലയിൽ വീടിനടുത്തുള്ള സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലാബ് അസിസ്റ്റന്റ്. അപ്പോൾ ഇതിന്റെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ആ ഒരു എക്സാമിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്റഗറി നമ്പർ 447/2023 ആണ്. ആ സമയം തന്നെ നോട്ടിഫിക്കേഷൻ സമയം തന്നെ തിരുവനന്തപുരം 10 വേക്കൻസി, പത്തനംതിട്ട 4 വേക്കൻസി, എറണാകുളം 15 വേക്കൻസി, കോഴിക്കോട് 4 വേക്കൻസി, കാസർഗോഡ് 3 വേക്കൻസി, ബാക്കിയെല്ലാം ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിട്ടാണ് ഇത് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര മാർക്ക് ഏകദേശം റേഞ്ച് മീൻസ് ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് ആയിരിക്കും ഇതിന് വരാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കഴിഞ്ഞ തവണത്തെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻ ലിസ്റ്റ്, ടോട്ടൽ മെയിൻ ലിസ്റ്റ് എത്ര ആൾക്കാരുണ്ടായിരുന്നു, ടോട്ടൽ അഡ്വൈസ് എത്രയുണ്ടായിരുന്നു, അതിൽ OC ഇല്ല എത്ര റാങ്ക്, OC കാറ്റഗറിയിൽ എത്ര റാങ്ക് വരെ പോയി, അതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നാണ്. അപ്പോൾ ഇതറിയാം നമ്മുടെ മെയിൻസ് എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള, കഴിഞ്ഞ തവണ ഒരു 2019 നടന്ന എക്സാം ആണ്. അപ്പോൾ ആ തവണ മാത്രമായിരുന്നല്ലോ, ഒറ്റ എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ ഇതിന്റെ മെയിൻസ് എക്സാം ആയിട്ട് നമുക്ക് പരിഗണിക്കണം. അപ്പോൾ അന്ന് കാസർഗോഡ് ജില്ലയിൽ 151 ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ടോട്ടൽ അഡ്വൈസ് 49 ആണ്. OC 63 വരെ പോയിട്ടുണ്ട്. കട്ട് ഓഫ് അന്ന് 79 ആയിരുന്നു. കണ്ണൂർ 198, ടോട്ടൽ അഡ്വൈസ് 67, OC 81, കട്ട് ഓഫ് 83.67. കോഴിക്കോട് 187 ടോട്ടൽ മെയിൻ ലിസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു. 61 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 69 ആണ് OC പോയിട്ടുള്ള റാങ്ക്, കട്ട് ഓഫ് 83. വയനാട് 102 ടോട്ടൽ ആൾക്കാർ മെയിൻ ലിസ്റ്റിലുണ്ട്. 28 ആൾക്കാർക്ക് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 31 ആയിരുന്നു അവിടുത്തെ OC റാങ്ക്, 70.67 ആയിരുന്നു കട്ട് ഓഫ്. മലപ്പുറത്ത് 198 ആൾക്കാർ മൊത്തത്തിൽ മെയിൻ ലിസ്റ്റിലുണ്ട്. 88 ആയിരുന്നു ടോട്ടൽ അഡ്വൈസ്. 130 വരെയുള്ള OC റാങ്ക് പോയിട്ടുണ്ട്. 76 ആയിരുന്നു കട്ട് ഓഫ്. പാലക്കാട് 199, 85 ടോട്ടൽ അഡ്വൈസ്, 95 OC റാങ്ക്, 84 കട്ട് ഓഫ്. തൃശ്ശൂർ 205 പേര് മൊത്തത്തിൽ മെയിൻ ലിസ്റ്റിലും 205 പേരുണ്ടായിരുന്നു. 86 ടോട്ടൽ അഡ്വൈസ്, 142 ആണ് OC പോയത്, 76 ആയിരുന്നു കട്ട് ഓഫ്. എറണാകുളം 192 ആണ് മെയിൻ ലിസ്റ്റിൽ, 70 ടോട്ടൽ അഡ്വൈസ്, 104 OC റാങ്ക്, 82.33 കട്ട് ഓഫ്. ആലപ്പുഴയിൽ 150 മെയിൻ ലിസ്റ്റിൽ, 39 ആൾക്ക് ടോട്ടൽ അഡ്വൈസ്, 59 ആണ് OC പോയിരിക്കുന്നത്, 72.67 ആണ് കട്ട് ഓഫ്. ഇടുക്കിയിൽ 101 ആണ് ടോട്ടൽ മെയിൻ ലിസ്റ്റ് വന്നിരുന്നത്. അവിടെ ടോട്ടൽ അഡ്വൈസ് പോയത് 32 ആണ്. OC 65 ആണ്, 72.33 ആയിരുന്നു ഇടുക്കിയിലെ കട്ട് ഓഫ്. കോട്ടയത്ത് 149 ആണ്. അതുപോലെ അഡ്വൈസ് പോയിരിക്കുന്നത് 10 അഡ്വൈസ് ആണ്, 11 OC ആണ് ഉണ്ടായിരുന്നത്, 82.33. പത്തനംതിട്ടയിൽ 100 പേരായിരുന്നു മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത്, 16 അഡ്വൈസ് പോയിട്ടുണ്ട്. OC റാങ്ക് 18 ആണ്, 79.33 ആണ് കട്ട് ഓഫ്. അതുപോലെ കൊല്ലത്ത് 200 പേരാണ് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത്, 69 ടോട്ടൽ അഡ്വൈസും, 111 OC റാങ്ക് നിൽക്കുകയാണ്, 83.67 ആയിരുന്നു കട്ട് ഓഫ്. തിരുവനന്തപുരം 189 പേരാണ് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത്, ടോട്ടൽ അഡ്വൈസ് 88 OC റാങ്ക് 122 ആണ്, കട്ട് ഓഫ് 85.67 മാർക്ക്. അപ്പോൾ ഇതൊരു മെയിൻ എക്സാമിന്റെ ആയതുകൊണ്ട് എന്തിനു നമ്മൾ ഇതിപ്പം നോക്കുന്നു എന്നനുസരിച്ചാൽ ഇനി വരാൻ പോകുന്ന പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്, ഷോർട്ട് ലിസ്റ്റ്. ആ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് തവണ പോയിരിക്കുന്ന ഏകദേശം എത്രയാണോ അഡ്വൈസ് പോയിരിക്കുന്നത് അതിന്റെ ഒരു 10 ഇരട്ടി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കഴിഞ്ഞ VFA ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏകദേശം അത്തരത്തിലാണ് നമുക്കൊരു മനസ്സിലാവുന്ന. ഏകദേശം ഒരു 1500, 2000 റേഞ്ചിലുള്ള ആൾക്കാരെ ഓരോ ജില്ലയിലും സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അത് ഇവിടെ ഇപ്പോൾ ടോട്ടൽ അഡ്വൈസ് എത്രയാണോ ആ ടോട്ടൽ അഡ്വൈസിന്റെ ഒരു 10 15 മാക്സിമം പോയ 20% ആൾക്കാരെ, മീൻസ് 20 ഇരട്ടി ആൾക്കാരെ ഇടത്തോടായിരിക്കും ഇനി വരാൻ പോകുന്ന പ്രിലിംസിന്റെ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള ചാൻസ്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫുകൾ പോകുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OA പോലെ ഒരു മൊത്തത്തിൽ ഒരു 20,000 ജില്ലാ വൈസ് ആണ് കട്ട് ഓഫ് വരിക. മിക്കവാറും മൊത്തം നോക്കുമ്പോൾ 20,000 ആൾക്കാരെ ഉൾക്കൊള്ളുന്ന കട്ട് ഓഫ് തന്നെ ആയിരിക്കും നമ്മുടെ ലാബ് അസിസ്റ്റന്റ്. പക്ഷെ അവിടെയും നമുക്കറിയാം ഡിസ്ട്രിക്ട് വൈസ് ആണ്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും എത്രയാണ് ആൾക്കാർ കഴിഞ്ഞ തവണ പോയിട്ടുള്ളത്. ഇപ്പം തിരുവനന്തപുരത്തിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ അഡ്വൈസ് 88 ആണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ഏകദേശം ഒരു 1500 ആൾക്കാർ, അല്ലെങ്കിൽ 1500-ഉം 2000-നും ഇടയിലുള്ള ആൾക്കാരെ വെച്ചിട്ടായിരിക്കാം ഇത് പോകുന്നത്. എന്തായാലും ആ ഒരു റേഞ്ചിലുള്ള കട്ട് ഓഫ്. അപ്പോൾ നമുക്കറിയാം ഇത്രയും എക്സാം എഴുതിയ തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും എക്സാം എഴുതിയ ആൾക്കാരിൽ നിന്ന് ഈ ഒരു 1000 അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 2000 വരെ എഴുതുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യണമെങ്കിൽ എത്രമാത്രം കട്ട് ഓഫ് വേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. എന്തായാലും വലിയ കുറവൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തെ VFAയുടെ കട്ട് ഓഫ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 69, 70, 72, 73 ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു റേഞ്ചിലേക്ക് ഇത്തവണയും പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്തവണത്തിനുണ്ടായിരുന്ന മാറ്റം ഒന്നോ ആദ്യത്തെ ഒരു 3ാം ഘട്ട ഫേസിൽ
ഫേസ് വളരെ എളുപ്പമായി പോവുകയും മറ്റ് ഫേസുകൾ ഒരല്പം ടഫായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോർമലൈസേഷൻ എങ്ങനെ കിട്ടും എന്നനുസരിച്ചിരിക്കണം. അല്ലെങ്കിൽ കൂടുതലായിട്ടും തേർഡ് ഫേസിലുള്ള ആൾക്കാർ ആ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നോർമലൈസേഷൻ എങ്ങനെ വരും എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ ലാബസിൻ്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് 2022 ഫിനിഷ് ആയതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന വേക്കൻസീസ് ഇപ്പോൾ തന്നെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ വന്നതല്ല, അതിനപ്പുറത്തേക്ക് ഒരു 10ഓളം വേക്കൻസീസ് എല്ലാ ജില്ലയിലും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ അല്ല ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ചിലപ്പോൾ ടോട്ടൽ അഡ്വൈസിൻ്റെ എണ്ണം പോകാനുള്ള ചാൻസുകളുണ്ട്. ചിലപ്പോൾ അത് മാറി മാറി വരാം. കഴിഞ്ഞ തവണ കൂടുതൽ പോയിരിക്കുന്ന ജില്ലകളിൽ ചിലപ്പോൾ ഇത്തവണ കൂടുതൽ വേക്കൻസി ഉണ്ടാവണമെന്നില്ല, അത് മാറി മാറി വരാം. പക്ഷേ ഏകദേശം ഈ ഒരു റേഞ്ച് നമുക്ക് ആവറേജ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ മെയിൻസിന്റെ ആണെങ്കിൽ കൂടി ഇതിന്റെ ടോട്ടൽ മെയിൻ ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം ആയിരിക്കണം അതിന്റെ ഒരു 10ഓ 15ഓ ഇരട്ടി അല്ലെങ്കിൽ 20ഓ ഇരട്ടി ആയിരിക്കണം ഇനി വരാൻ പോകുന്ന പ്രിലിംസിന്റെ ഷോർട്ട് ലിസ്റ്റ്. അതനുസരിച്ചുള്ള കട്ട് ഓഫ് എന്തായാലും ആ ഒരു ജില്ലക്ക് കാണും. അപ്പോൾ എന്തായാലും ഇതാണ് കംപ്ലീറ്റ് ലാബസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രിലിംസിന്റെ റിസൾട്ട് വരാൻ ഏകദേശം ഒരു മാസത്തോളം കഴിയുമ്പോഴേക്കും പ്രിലിംസിന്റെ റിസൾട്ട് വരും. കാരണം മെയിൻസിന്റെ പരീക്ഷ നമ്മൾ ഏകദേശം PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 15 കൂടിയാണ്, മെയ് പകുതിയോട് കൂടിയായിരിക്കാം ഷെഡ്യൂൾ. കാരണം ഏപ്രിൽ നടക്കുന്ന എക്സാമിൽ ഏപ്രിൽ മാസത്തെ കലണ്ടറിൽ എന്തായാലും എക്സാം ഇല്ല. അപ്പോൾ ഏകദേശം ഒരു മെയ് പകുതിയോട് കൂടി എക്സാം നടക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ തവണ ഒരു മറ്റ് ജില്ലകളിലൊക്കെ നടന്ന പോലെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ നടന്ന പോലെ ഓരോ ജില്ലയ്ക്കും ഓരോ എക്സാം ആയിരിക്കില്ല. അതുതന്നെ LDC ഒക്കെ നടന്ന പോലെ തന്നെ ഒറ്റ എക്സാം ആയിരിക്കാം എല്ലാ ജില്ലകൾക്കും കൂടിയിട്ട്. അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും മെയിൻസിന് വേണ്ടി പഠിക്കുക. 2-3 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്